റൂം സർവീസ്. എത്ര നേരം ഇത് പിടിച്ചോണ്ട് നിൽക്കണോടാ? ഏതാ സാർ റൂം? 506. സാറിന് എന്താ വേണ്ടത്? അതിന് എത്ര തവണ പറയണോടാ? കൊണ്ടുപോടാ ഒരു ടൊമാറ്റോ സൂപ്പ്. ശരി സാർ. ശ്രീനി, 506 ഗസ്റ്റ് ആരാ? ഒന്നും പറയണ്ട, ഒരു തണ്ണി കേസാ. പകല് മുഴുവൻ കിടന്ന് ഉറങ്ങും, രാത്രി മുഴുവൻ ഉറക്ക വളച്ചിരുന്ന് മനുഷ്യന്റെ സ്വസ്ഥത കിടത്തും. എന്നും വൈകുന്നേരം ആ ശിവന്റെ അമ്പലത്തിൽ പോയി തൊഴുന്നേം കാണാം. ഒരാഴ്ചയായിട്ട് എന്റെ ഉയരെടുത്തോണ്ടിരിക്കുക. സാർ റൂം സർവീസ്. സാർ റൂം സർവീസ്. സാർ സൂപ്പ്. പഞ്ചാര കൊണ്ടുവന്നില്ലേ? സൂപ്പിന്റെ കൂടെ എങ്ങനെയാ സാർ പഞ്ചാര ശരിയാവുന്നു? നീ ആരടാ എന്നെ പഠിപ്പിക്കാൻ? ഞാൻ സൂപ്പിന്റെ കൂടെ പഞ്ചാര ഉപയോഗിക്കും. നീ എന്ത് ചെയ്യും? നീ വെറും ഒരു ഹോട്ടൽ ബെയറർ. ആ നിലയ്ക്ക് നിന്നാ മതി, ഉപദേശിക്കൊന്നും വേണ്ട. ഞാൻ വിചാരിച്ച ഈ ഹോട്ടൽ വേണേലും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. ഓണം ഇതെന്ത് പറ്റി? 506 ഗസ്റ്റ് സൂപ്പ് കുടിച്ച. അയാൾ എത്ര മണിക്ക് അമ്പലത്തിൽ പോകുന്ന താൻ പറഞ്ഞത്? വൈകിട്ട് 7 മണിക്ക്. ശരിക്ക് തൊഴുതോ? അങ്ങനെ പോയാലോ? നീ മുഖത്ത് ചൂപ്പൊഴിക്കല്ലേടാ? നീ വെറും ഒരു ഹോട്ടൽ ബെയറാടാ. അത് ഹോട്ടലിൽ. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒന്നാ, സിറ്റിസൺസ്. അടിക്കാനും അടി കൊള്ളാനും നമുക്ക് രണ്ടുപേർക്കും ഒരേ അവകാശമാ. താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥവർമ്മയെ നിനക്ക് അറിയില്ല. താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥവർമ്മ ഇനി പോയി സൂപ്പ് കുടിച്ചാട്ടെ. നീ എന്ത് പറഞ്ഞാലും ശരി, തല്ലിയത് ശരിയായില്ല. തല്ലേണ്ട നേരത്തല്ല നീ തല്ലിയത്. പിന്നെ എന്റെ മുഖത്ത് സൂപ്പ് എടുത്ത് ഒഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? സഹിക്കണം. എല്ലാം സഹിക്കേണ്ട സമയമാണിപ്പോ. ജാതകവശാൽ ജന്മാഷ്ടമത്തിൽ ചൊവ്വയാണ്. ഒന്ന് നിർത്തണോ പിഷാരടി? കുറെ കാലമായാലോ താനിത് പറയുന്നു. ജാതകം തേങ്ങാക്കൊല. തേങ്ങാക്കൊല അല്ലടോ, ഗ്രഹനല. അതിനെ കവച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. മാനഹാനി, ജയിൽവാസം, വ്യവഹാര ചെലവ്, ഇതെല്ലാം നിനക്കിപ്പോ അച്ചട്ട. നമസ്കാരം. ഇരുന്നാട്ടെ. ഇരിക്കണ്ട. കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായയോ? ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പരാതി ബോധിപ്പിക്കാനല്ലാതെ സദ്യ ഉണ്ണാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? സ്റ്റേഷനിൽ ആര് വന്നാലും ചായയോ കാപ്പിയോ കൊടുക്കാൻ SIക്ക് നിർബന്ധം. എവിടെയുള്ള? ആര്? SI. അയാളോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം. സർ, എക്സ്ക്യൂസ് മീ. ചായ കൊടുത്തായിരുന്നോ? ചോദിച്ചു, വേണ്ടത്രേ. ഞാനിവിടെ ഹോട്ടൽ റോജയിൽ താമസിക്കുന്നു. എന്താ? ഞാനിവിടെ ഹോട്ടൽ റോജയിൽ താമസിക്കുന്നു. ആ ഹോട്ടലിലെ ഒരു ബെയറർ ഇരുട്ടത്ത് മറഞ്ഞിരുന്നെ കടന്നാക്രമിച്ചു. ഒരു പെറ്റീഷൻ എഴുതി തരണം. പെറ്റീഷൻ എഴുതി തരാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഡ്രൈവറെ അയക്കുമായിരുന്നു. പിന്നെ സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ ഇപ്പൊ തന്നെ തപ്പണം. അഡ്രസ് എന്റെ കയ്യിലുണ്ട്. അവനെ ഈ രാത്രി ഈ ലോക്കപ്പിൽ തന്നെ കിടത്തണം. സാറ് പറയുന്നത് മാത്രം കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരനെ ലോക്കപ്പിൽ കിടത്തുക എന്ന് പറയുന്നത് അന്യായമാണ്. ആണെങ്കിലും സാറിനെ കണ്ടാൽ ഒരു യോഗ്യനെ പോലെ ഉണ്ട്. തത്തമംഗലത്ത് ജഗന്നാഥവർമ്മ എന്ന് പറഞ്ഞാൽ IG വാസുദേവനും അറിയും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അന്യായമായിട്ടുള്ളത് ഞാൻ സാറിന് വേണ്ടി ചെയ്യാം. അന്യായമായിട്ടുള്ളത് എനിക്കൂടെ കിട്ടിയാൽ. വളച്ചൊടിക്കാതെ കാര്യം പറയണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ കക്ഷിയെ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി
ഇന്ന് രാത്രി ലോക്കപ്പിൽ ഇട്ടാൽ എനിക്കെന്ത് കിട്ടും? എന്ത് വേണം? എന്ത് വേണമെന്നാവശ്യപ്പെട്ടാൽ സാറിന്റെ മനസ്സിന്റെ ഒരു വിസ്തൃതി പോലെ. 500 രൂപ ഉണ്ട്. ഛെ, എന്താ സാർ ഇങ്ങനെ? 5 രൂപയെ കിടന്ന തക്കാളി 12 രൂപയായി സാർ. 12 രൂപയെ കിടന്ന വെളിച്ചെണ്ണയ്ക്ക് 56 രൂപയായി. ഈ യൂണിഫോം ഒന്ന് അലക്കി എടുക്കണമെങ്കിൽ രൂപ 6 കൊടുക്കണം സാറേ. എന്നിട്ടാണോ ഈ 500 രൂപ? സാറേ, കോളേജിൽ ചേരാൻ കാശ് കൊടുത്തു, പോലീസിൽ ചേരാൻ കാശ് കൊടുത്തു, 2 രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരേ സമയത്ത്. ഇതെല്ലാം കൂടെ മുതലാക്കാൻ ആകെ ഒരു ജന്മമല്ലേ ഉള്ളൂ സാറേ. വല്ലതും കൂടെ മനസ്സറിഞ്ഞ് കൊടുക്കണം സാർ. 500 രൂപ ഉണ്ട്. ഈ പോലീസ് ജീപ്പ് എന്താണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളിൽ ഏത് കുട്ടനാ ഓമനക്കുട്ടൻ? ഞാൻ തന്നെ. വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനാ? എന്റെ SIക്ക് ഒന്ന് കാണാനാ. അദ്ദേഹത്തിന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പിടിച്ചൊന്ന് ഉമ്മ വെക്കണം. അതിനാ. നമസ്കാരം സാർ. ആ, അനിയ മര്യാദയ്ക്ക് ഹോട്ടൽ പണി ചെയ്തങ്ങ് ജീവിച്ചാ പോരെ. എന്തിനാ ഈ മാന്യന്മാരെയൊക്കെ തല്ലാൻ പോന്നേ? സാർ ഒരു അവസരം കൂടെ തന്ന ഇയാൾക്ക് ഞാൻ ഒന്നുകൂടെ കൊടുക്കാം. ഹോട്ടൽ ബോയ് ആണെന്ന് കരുതി ആർക്കും എന്തും ആകാമെന്ന് കരുതരുത്. ഞാൻ റൂമിൽ സൂപ്പും കൊണ്ട് പോയതാ. ആ ചൂട് സൂപ്പ് എടുത്ത് ഇയാളെന്നെ മുഖത്തൊഴിച്ചു സാർ. അത് പറഞ്ഞില്ലല്ലോ. നിങ്ങള് സൂപ്പ് അയാളുടെ മുഖത്തൊഴിച്ചോ? അതങ്ങ് കോടതി പറഞ്ഞോളാം. അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടം വിട്ട് നേരെ ഞാൻ കോടതിക്ക് പോയോ? എന്നാ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ വളവളാന്ന് സംസാരിക്കാതെ ഇവരെ പിടിച്ച് അകത്തിടണം. രൂപ 1000 അങ്ങോട്ട് തന്നത് ആര് തന്നു? ഞാൻ തന്നു. അപ്പൊ അത് ഞാനും കോടതി പറഞ്ഞോളാം. റഹ്മാൻ സാർ, അനിയ ഐ ആം സോറി. ഇയാളെ വന്ന പോലെ കൊണ്ടാക്കിയേക്കണം. നമ്മളവര് ഹലോ, ശരിയായി. ഇതിലേ വരണം. ഒരു ചായ കുടിച്ചിട്ട് പോവാ. ചായ കുടിക്കാനാണോ സാറേ എന്നെ ഈ നേരത്തെ മെനക്കെടുത്തത്? ജഗന്നാഥവർമ്മയോട് കളിക്കല്ലേ. കളിക്കാൻ കൊള്ളുകയല്ല. കക്കാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. 1000 രൂപ എന്ന് പോലും. താൻ വെറും ഒരു ചാവാലി ഇൻസ്പെക്ടർ ആടോ. തന്നെ എവിടെ നിർത്തണമെന്ന് എനിക്കറിയാം. എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം. പക്ഷേ ഞാനത് പറയില്ല. കാരണം അതെന്റെ സംസ്കാരമല്ല. ഗുഡ് നൈറ്റ്. റഹ്മാൻ സാർ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാട്ടെ. എന്താടാ? എന്താ എന്നെ വിളിച്ചേ? എന്താ എന്നെ വിളിച്ചേ? എടാന്ന്. അതാ ഞാൻ ചോദിച്ചത്. എന്താടാ?